വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്റ്റോക്കിസ്റ്റ്. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രോഷ്യ റൗണ്ട് മാറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാട്ടോ. ആക്ച്വലി ഇതിന്റെ ഒരു പാറ്റേൺ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എത്ര വലിയ മാറ്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മളൊരു മാജിക് റിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് കേട്ടോ. ഈ ഒരു റൗണ്ട് മാറ്റ് ആക്ച്വലി ഞാനൊരു 2.5 ഹുക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു യാണാണ് യൂസ് ചെയ്തത്. ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലത്തെ 2 യാണ് യൂസ് ചെയ്യേണ്ടി വന്നു. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു അക്രിലിക് ആണ് വെച്ചിട്ടാണ് കേട്ടോ. പൊതുവെ ഇതുപോലത്തെ യാണിന്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മാജിക് റിംഗ് ആണ്. അപ്പൊ മാജിക് റിംഗ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 വിരലിന്റെ മേലെ യാണിന്റെ ടെയിലിന്റെ ഇതുപോലെ ഒരു എക്സ് ഷേപ്പിൽ ചുറ്റിയെടുക്കുക. ഇനി നമ്മുടെ ഹുക്ക് എടുത്തിട്ട് ആദ്യത്തെ യാണിന്റെ താഴെ കൂടെ മറ്റേ യാണിലൊന്ന് കൊളുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ആ ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് മറ്റേ കൈയിന്റെ ഇൻഡെക്സ് ഫിംഗറും തമ്പും വെച്ചിട്ട് അതൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിടിക്കുക. ഇനി യാണ് എങ്ങനെയാ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കാന്ന് അറിയാത്തവർ നമ്മുടെ ക്രോഷ്യ ബേസിക് സീരീസിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇനി റൈറ്റ് ഹാൻഡിൽ ഉണ്ടായിരുന്ന യാണ് ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പിന്റെയും മിഡിൽ ഫിംഗറിന്റെയും ഇടയിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. ഇനി മാജിക് റിംഗ് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഹുക്ക് യാണിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ താഴോട്ട് കൊണ്ടുപോയിട്ട് ഹുക്കിൽ യാണ് കൊളുത്തുക. ഇതിനെയാണ് യാൺ ഓവർ എന്ന് വിളിക്കുക. എന്നിട്ട് ആ ലൂപ്പ് കൂടെ പുൾ ചെയ്യുക. അതിനെയാണ് പുൾ ത്രൂ എന്ന് വിളിക്കുക. ഈ ഒരു മാറ്റ് ചെയ്യാൻ നമുക്ക് മാജിക് റിംഗിൽ ടോട്ടലി 3 ചെയിൻ സ്റ്റിച്ച് ആണ് ഇടേണ്ടത്. അപ്പൊ ഇത് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച്, തേർഡ് ചെയിൻ സ്റ്റിച്ച്. അപ്പൊ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് അറിയാത്തവരൊക്കെ ക്രോഷ്യ ബേസിക് സീരീസ് ഒന്ന് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ മാജിക് റിംഗിൽ 11 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പൊ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്യുക. ഇനി മാജിക് റിംഗിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മാജിക് റിംഗിൽ വെച്ചിട്ടാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. അപ്പൊ നമുക്ക് 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യുക. അപ്പൊ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതേപോലെ ഇനി 10 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. സോ ദിസ് ഈസ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇതേപോലെ തന്നെ ബാക്കി ഡബിൾ ക്രോഷ്യസും കൂടെ മാജിക് റിംഗിന്റെ ഉള്ളിലേക്ക് ചെയ്തു കൊടുക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. യാൺ ഓവർ ചെയ്ത് റിംഗിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. സോ ദിസ് ഇസ് 11th ഡബിൾ ക്രോഷ്യ. എല്ലാ ഡബിൾ ക്രോഷ്യയും ചെയ്ത് കഴിഞ്ഞിട്ട് 11 ഇല്ലെന്നുള്ളത് എണ്ണീട്ട് ഉറപ്പ് വരുത്തുക. നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിൻ സ്റ്റിച്ചിനെയും ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ 12 ഉണ്ടാവും. ഇനി ആ ചെറിയ യാണ് നമ്മുടെ മാജിക് റിംഗിന്റെ യാണാണ്. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാജിക് റിംഗ് ക്ലോസ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഔട്ടോ. ഇപ്പൊ നമുക്കൊരു സർക്കിൾ പോലെ കിട്ടും. ഇനി അതിന്റെ 2 എൻഡുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യണം. ഇതിൽ ആദ്യം കാണുന്നത് നമ്മളിട്ട 3 ചെയിൻ സ്റ്റിച്ച് ആണ്. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഡബിൾ ക്രോഷ്യന്റെ ടോപ്പിലുള്ള ഒരു വി ഷേപ്പിൽ ഇരിക്കുന്ന സ്റ്റിച്ചിന്റെ താഴെക്കൂടെയാണ് ഹുക്ക് പാസ് ചെയ്യേണ്ടത്. ഇനി യാൺ ഓവർ ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടി തന്നെ പുൾ ത്രൂ ചെയ്യുക. അപ്പൊ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ആദ്യത്തെ ലൂപ്പിന് മറ്റേ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആ ചെറിയാണ് സ്ലിപ്പ് നോട്ടിന്റെ ബാക്കിയാണ്. അതിനെ കൊണ്ട് ഒരു തടസ്സമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റേ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണേ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മാറ്റിന്റെ സെന്ററിൽ ഇരിക്കുന്ന ആ ഒരു റൗണ്ട് പോർഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് അതിന്റെ സൈസ് കൂട്ടി 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 കൊണ്ടുവരണം. സെൻട്രൽ പോർഷനിൽ നമ്മളിപ്പോൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ 24 ഡബിൾ ക്രോഷ്യ ചെയ്താലാണ് അത് സൈസ് കൂടി വരുള്ളൂ. എല്ലാ റൗണ്ടിലും ഫസ്റ്റ് ഡബിൾ ക്രോഷ്യക്ക് പകരം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചെയിൻ സ്റ്റിച്ച് ഇരിക്കുന്ന ആ സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. നമ്മൾ ഈ റൗണ്ടിൽ 24 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ റൗണ്ടിൽ ഓരോ സ്റ്റിച്ചസിലേക്കും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ 24 ഡബിൾ ക്രോഷ്യേസ് കിട്ടും. നമ്മൾ ഇട്ട് കൊടുത്ത 3 ചെയിൻ സ്റ്റിച്ചിനെയും കൂടി ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതും പിന്നെ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്ത ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ കൂട്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ഉണ്ട്. ഇതേപോലെ ഇനി ഓരോ സ്റ്റിച്ചസിലേക്കും 2 ഡബിൾ ക്രോഷ്യ വീതം ഇട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റിച്ച് ഇൻക്രീസ് മെത്തേഡാണ്. നമ്മളത് ക്രോഷ്യ ബേസിക് സീരീസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ സ്റ്റിച്ചിന്റെ ഉള്ളിൽ തന്നെ 2 സ്റ്റിച്ചസ് ഒക്കെ ഇടുന്നതിനെയാണ് സ്റ്റിച്ച് ഇൻക്രീസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിലേക്കും ഇതേപോലെ 2 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് സ്റ്റിച്ചിലേക്കാണ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് കുറച്ച് വലുതായിട്ട് കാണാൻ പറ്റും കേട്ടോ.
ഇതേപോലെ ഇനി നമുക്ക് എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ റൗണ്ടിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കംപ്ലീറ്റഡ് അല്ലാത്ത ഒരു സർക്കിൾ പോലെ കിട്ടും. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് അതിന്റെ 2 എൻഡുകൾ ജോയിൻ ചെയ്തു കൊടുക്കുക. ആദ്യം കാണുന്നത് 3 ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും. അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഡബിൾ ക്രോഷ്യന്റെ ടോപ്പിലുള്ള സ്റ്റിച്ചിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ 2 ലൂപ്പ് കിട്ടും. ആദ്യത്തെ ലൂപ്പിന് രണ്ടാമത്തെ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യാം. ഇപ്പൊ സെക്കൻഡ് റോ സെറ്റായി. ഇനി തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യക്ക് പകരം ആസ് യൂഷ്വൽ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഈ 3 ചെയിൻ സ്റ്റിച്ച് ഇരിക്കുന്ന സെയിം സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്തു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നേരത്തെ പോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ ഉണ്ടാവും. മുന്നത്തെ റൗണ്ടിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചസിലേക്കും 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്തത്. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരൊറ്റ ഡബിൾ ക്രോഷ്യ മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. ഇനി അതിന്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. This is the second double crochet in the same stitch. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു റൗണ്ടിൽ 2-1-2 എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ഒരൊറ്റ ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. സോ ദിസ് ഈസ് നെക്സ്റ്റ് സ്റ്റിച്ചിലെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ദിസ് ഈസ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. അപ്പം നമ്മൾ 2-1-2-1-2-1 എന്നുള്ള ഈ ഫോർമാറ്റിലാണ് ഈ ഒരു റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ആക്കേണ്ടത്. നിങ്ങൾ ശരിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ ഒരൊറ്റ ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യേണ്ടി വരിക. അപ്പം നമ്മളിവിടെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കാം. ഇനി ആസ് യൂഷ്വൽ നമുക്ക് 2 എൻഡുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് തൊട്ടടുത്തുള്ള ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിലുള്ള സ്റ്റിച്ചിലേക്ക് ഹുക്ക് പാസ് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ആദ്യത്തെ ലൂപ്പിന് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യുക. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ആദ്യത്തെ ഡബിൾ ക്രോഷ്യക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ഇരിക്കുന്ന സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തു കൊടുക്കുക. ഈ മാറ്റിന്റെ എല്ലാ റൗണ്ടിലും ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ഉണ്ടാവും. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരൊറ്റ ഡബിൾ ക്രോഷ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ തന്നെയല്ലേ വരുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരൊറ്റ ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരൊറ്റ ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. സോ ദിസ് ഈസ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ദിസ് ഈസ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു റൗണ്ടിൽ നമ്മൾ 2-1-1-2 എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. എങ്ങനെ 2-1-1-2-1-1-2-1-1 എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അവസാനത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാനുണ്ടാവുക. ഈ റൗണ്ടിൽ അവസാനത്തെ സ്റ്റിച്ചും കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ആ 2 സ്റ്റിച്ചസുകൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്രോഷ്യ മാറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ഇരിക്കുന്ന സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഈ 3 ചെയിൻ സ്റ്റിച്ചിനെ ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇപ്പം 2 ഡബിൾ ക്രോഷ്യ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക.
ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ റൗണ്ടിൽ നമ്മൾ 2 1 1 1 2 1 1 1 എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യാനുണ്ടാവുക. അത് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലാസ്റ്റത്തെ 2 സ്റ്റിച്ചസുകൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയിൻ സ്റ്റിച്ചിന്റെ സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് 4 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്തു കൊടുത്തത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ റൗണ്ടിൽ 2 1 1 1 1 2 1 1 1 1 2 എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ അവസാനത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ വരും. പിന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചെയിൻ സ്റ്റിച്ച് ഇരിക്കുന്ന സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്തു കൊടുക്കുക. ഇനി നെക്സ്റ്റ് 5 സ്റ്റിച്ചസിലേക്കും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് 5 സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കണം. ഇനി നെക്സ്റ്റ് 5 സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ റൗണ്ടിൽ 2 1 1 1 1 1 2 1 1 1 1 1 എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവസാനത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു റോ കൂടി മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതെങ്ങനെയാണ് ചെയ്തു പോകുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ഇരിക്കുന്ന സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഇനി അടുത്ത 6 സ്റ്റിച്ചസിലേക്കും ഓരോ ഡബിൾ ക്രോഷ്യ വീതം മാത്രം ചെയ്തു കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു റൗണ്ടിൽ 2 1 1 1 1 1 1 2 1 1 1 1 1 1 എന്ന ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവസാനത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാനുണ്ടാവും. പിന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലാസ്റ്റത്തെ 2 സ്റ്റിച്ചസുകൾ കണക്ട് ചെയ്ത് കൊടുക്കുക.
തൽക്കാലം ഞാൻ ഈ ഒരു റോ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നത്തെ 7 സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ ഒരു ഫോർമാറ്റിൽ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ഇവിടം വെച്ച് നിർത്തുന്നതുകൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ട്ടോ. ഇനി അതൊന്ന് നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എത്ര വലിയ മാറ്റ് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മാറ്റിന്റെ ബാക്കിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത യാണും പിന്നെ സ്ലിപ്പ് നോട്ടിന്റെ യാണും ഉണ്ടാവും ട്ടോ. ഈ ഒരു മാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡറിൽ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് വേറൊരു കളർ യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തതാണ് ട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം ട്ടോ. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ആ സ്റ്റിച്ചിലേക്ക് നമ്മുടെ ഹുക്ക് പാസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആഡ് ചെയ്യേണ്ട കളർ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ നമ്മുടെ മാറ്റിന്റെ ബാക്കിൽ ഇതുപോലെ പിടിച്ചിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ പുൾ ചെയ്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അതിനൊന്ന് സെക്യൂർ ആക്കുക. അപ്പോൾ നമ്മൾ ആ യാണ് ടൈറ്റായിട്ട് അവിടെ നിന്നോളും. ഇനി നമുക്ക് ആസ് യൂഷ്വൽ എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളിപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതേപോലെ എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തുമ്പോൾ 2 സ്റ്റിച്ചസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫാസ്റ്റൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ യാണ് അതിൻ്റെ മറ്റേ എൻഡും ആയിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആ ബ്ലൂ യാണ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് അധികം കാണാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡിൽ ഇതുപോലൊരു നീഡിൽ കോർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ യാണ് മറ്റേ സൈഡിൽ നിന്ന് കാണാത്ത രീതിയിൽ സൂപ്പർഫിഷ്യലി ഇങ്ങനെ തുന്നിക്കൊടുക്കുക. ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലേക്കും ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി കിടക്കുന്ന യാൺസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാറ്റ് റെഡിയായി. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. സെൻട്രലിൽ നമ്മൾ മാജിക് റിംഗ് ഇട്ടിട്ട് 3 ചെയിൻസ് ഇട്ടിട്ട് പിന്നെ 11 ഡബിൾ ക്രോഷ്യ മാജിക് റിംഗിലേക്ക് ചെയ്തു. നെക്സ്റ്റ് റോയിൽ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ബാക്കി എല്ലാ സ്റ്റിച്ചിലേക്കും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. നെക്സ്റ്റ് റോയിൽ നമ്മൾ 2 1 2 1 ഫോർമാറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള റോയിൽ 2 1 1 2 1 1 എന്നുള്ള ഫോർമാറ്റിൽ ചെയ്തു. നെക്സ്റ്റ് റോയിൽ 2 1 1 1 2 1 1 1 എന്നുള്ള ഫോർമാറ്റിൽ ചെയ്തു. ഇങ്ങനെ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ മാറ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 8 റോസാണ് ഞാൻ ഈ ഒരു മാറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ പക്ഷേ ഞാൻ കുറേ റോസ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് അടക്കം 12 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് റോയിൽ 24 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് റോയിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നത്തേൽ 2 ഡബിൾ ക്രോഷ്യ, അതിൻ്റെ തൊട്ടടുത്തയിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നത്തെ നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യേസ് വീതം പിന്നെ 2 ഡബിൾ ക്രോഷ്യ, അതിൻ്റെ തൊട്ടടുത്തയിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നത്തെ 3 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം പിന്നെ 2 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് റോയിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നത്തെ 4 സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം പിന്നെ 2 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ എല്ലാ റോസും ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞു തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഇത് യൂസ്ഫുൾ ആയോ ഇല്ലയെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്ക് ട്ടോ. ഇനി നിങ്ങൾക്കിതിൽ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ട്ടോ. ഇനിയും ഇതേപോലെ ഏതെങ്കിലും ക്രോഷ്യോ പ്രൊജക്ട്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട.